തൃശൂരിൽ ഇരുമ്പ് പൈപ്പ് കൊണ്ട് തലയ്ക്കടിയേറ്റയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി 47 വയസ്സുള്ള ഷാജിയാണ് മരിച്ചത്. ജാർഖണ്ഡ് സ്വദേശി റസ് കസ്തയാണ് ഷാജിയെ ആക്രമിച്ചത്. സൂരജ് സജ്ജി നൽകും തൃശൂരിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ. സൂരജ്, ഈ ആക്രമണം എന്തിനായിരുന്നു? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഈ റസ്ക് അസ്തയും മരിച്ച ഷാജിയും തമ്മിൽ എന്താണ് ബന്ധം? പ്രജിൻ, ഈ ഷാജി നിലവിൽ ഈ റെയിൽവേയിലെ ക്യാൻറ്റീനിലെ ജീവനക്കാരനാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ 29-ന് പുലർച്ചെയാണ് ഈ ആക്രമണം നടക്കുന്നത്. ഷാജി റെയിൽവേ സ്റ്റേഷന് സമീപം നിൽക്കുന്ന സമയത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ റസ്ക്, അതായത് ജാർഖണ്ഡ് സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളി അവിടെ എത്തുകയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഇദ്ദേഹത്തെ തലക്കടിക്കുകയുമായിരുന്നു. മദ്യലഹരിയിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മുൻവൈരാഗ്യമോ ഒന്നും തന്നെ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് പോലീസ് തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും നിലവിൽ വിയ്യൂർ ജയിലിൽ റിമാൻഡിലാണുള്ളത്. ഇതിനിടയിൽ 29-ന് ആക്രമണം ഉണ്ടായതിനു ശേഷം ഷാജി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. അതിന് ഇടയിലാണ് ഇന്ന് പുലർച്ചെ ഈ ഷാജി മരണപ്പെടുന്ന സംഭവം ഉണ്ടായത്. അന്ന് ഈ ആക്രമണം നടന്നതിന് ശേഷം ഈ ഷാജിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടയിൽ ഷാജിയുടെ മകനെയും പ്രതി ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. ഈ രണ്ട് കേസിലുമാണ് ഇപ്പോൾ ഈ പ്രതി കസ്റ്റഡിയിലുള്ളത്. പ്രതിയെ വിയ്യൂർ ജയിൽ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സയിലിരിക്കെയാണ് ഇന്ന് രാവിലെ ഷാജി മരിക്കുന്ന സംഭവം ഉണ്ടായത്. പ്രജിത്ത്, ശരി. സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്.